ഹായ് ഓൾ, എല്ലാവർക്കും മല്ലു ടോക്സ് ആർസണലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർസണൽ നോട്ടിംഗം ഫോറസ്റ്റ് മാച്ചിനെ കുറിച്ചാണ്. ആർസണൽ നോട്ടിംഗം ഫോറസ്റ്റ് അവേ 0-0 ഡ്രോ. അപ്പൊ നമ്മുടെ കൂടെ ആ മാച്ചിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ഇന്ന് നമ്മളോടൊപ്പം അലക്സ് ജോയിൻ ചെയ്യുന്നുണ്ട്. സൈഡ് ലൈൻ ഫുട്ബോളിൽ നിന്ന്, സൈഡ് ലൈൻ FC എന്നാണ്. അപ്പൊ നമുക്ക് അലക്സിനെ സ്ട്രീമിൽ ആഡ് ചെയ്യാം. ഹലോ ബ്രോ, ഹൗ ആർ യു? സുഖം. സുഖമാണോ? ശരിക്കും സുഖമാണോ? ആർസണൽ ഫാൻ അത്ര സുഖമല്ല, അല്ലാണ്ട് സുഖമാണ്. ലൈഫ് സുഖമായിട്ട് പോകുന്നുണ്ടല്ലോ, അത് മതി അല്ലേ? ഈ പണ്ട് നമ്മളൊക്കെ ഫുട്ബോളിലോട്ട് ഒരു പോയിന്റിൽ ഫുട്ബോളൊക്കെ കാണാൻ തുടങ്ങിയത് ലൈഫ് ഇത്തിരി ദുരിതം പിടിച്ചിരുന്നപ്പോഴാണ് ഫുട്ബോളിന്റെ ആ ഒരു റിയാലിറ്റി ഒന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ഫുട്ബോളിൽ ഇപ്പം ഫുട്ബോൾ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി തിരിച്ച് ലൈഫിൽ എത്തിയൊരു അവസ്ഥയാണ്. അത് നമുക്കറിയാം. ഇപ്പം മാച്ച് നോട്ടിംഗം കഴിഞ്ഞ 2 മാച്ചായിട്ട് ആർസണൽ ജയിച്ചിട്ടില്ല. വെസ്റ്റ് ഹാമായിട്ട് ഹോമിൽ ഇപ്പൊ പരാജയപ്പെട്ടു 1-0. അതിന്റെ ബാക്കിൽ തന്നെ നോട്ടിംഗാമായിട്ട് ഒരു 0-0 ഡ്രോ. വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് ആയിരുന്നു. ബട്ട് അതിന് ഞാൻ ബ്രോയുടെ തന്നെ ചോദിക്കാൻ, എങ്ങനെ ഉണ്ടായിരുന്നു മാച്ച്? എന്ത് തോന്നി? ലിവർപൂൾ ഏകദേശം ട്രോഫി അടിച്ചു എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാമല്ലോ അല്ലെ? ഇപ്പം നമുക്കിനി ഈ സീസണിൽ ആവശ്യമില്ല. നമ്മുടെ പത്തിക്കല് കഴിഞ്ഞു. വേറെ 13 പോയിന്റിന്റെ വ്യത്യാസം. അതിപ്പോ ഒരു മത്സരം ലിവർപൂളിന് കളിക്കാനുണ്ട് എന്ന് പറയുന്നതൊക്കെ ശരി തന്നെ. പക്ഷെ നമ്മുടെ അവസ്ഥയാണ് മോശം. ലിവർപൂൾ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഇനിയും പോയിന്റ്സ് എത്ര ഡ്രോപ്പ് ചെയ്യും എന്നുള്ള പേടിയിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇനി പ്രീമിയർ ലീഗിൽ വേറെ എക്സ്പെക്ട് ചെയ്തപ്പോ വെസ്റ്റ് ഹാമിനോടുള്ള തോൽവിക്ക് ശേഷം തന്നെ ഏറെക്കുറെ നമ്മൾ ഉറപ്പിച്ച കാര്യമാണ്. അപ്പൊ ഈ ഒരു പെർഫോമൻസ് കൂടി കഴിഞ്ഞപ്പോൾ നമുക്ക് ഉറപ്പായി നമ്മൾ ഇനി എങ്ങനെ ഗോൾ അടിക്കും എന്നുള്ളതിനെ കുറിച്ച് തല വെച്ചാൽ മതി. അല്ലാണ്ട് പ്രീമിയർ ലീഗിൽ ഇനി കപ്പടിക്കുമോ എന്നുള്ളതിനെ പറ്റിയൊന്നും ബോധർ ചെയ്യണം. ടോപ്പ് 4 പറ്റി വേണമെങ്കിൽ ബോധർ ചെയ്യാന്നല്ലാതെ ലിവർപൂളിനെ കടത്തി വിട്ടു. ലിവർപൂൾ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നൊന്നും നോക്കി ഏറ്റത്ത് കളി കാണിക്കേണ്ട ആവശ്യം മുഖ്യ ആർസണൽ ഫാൻസിന് ഈ സീസണിൽ ഇല്ലായിരുന്നു. നമുക്ക് ആ ജനുവരി ട്രാൻസ്ഫറിന്റെ തന്നെ നമുക്ക് പണി കിട്ടി. അപ്പൊ പ്രതീക്ഷ ഒന്നുമില്ല പ്രോയിന് പ്രീമിയർ ലീഗിലേക്ക്. നമുക്ക് ഈ പറഞ്ഞ പോലെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ കാര്യമായിരുന്നു. ഇനിയിപ്പം പ്രതീക്ഷിക്കാൻ വകയൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഒരു ലക്ക് നമ്മളെ എവിടെയെങ്കിലും ഒരു ഭാഗ്യം തുണയ്ക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സിറ്റി ആയിട്ടുള്ള ഒരു പ്രഷർ ലിവർപൂൾ ആയിട്ട് ഉണ്ടാവില്ലായിരിക്കും എന്നൊക്കെ നമ്മൾ അങ്ങനെ അങ്ങ് വിശ്വസിച്ചു. ബട്ട് ഈ പറഞ്ഞ പോലെ ക്ലിയർ ആയിട്ട് നമുക്ക് അറിയാം നമ്മുടെ പ്രോബ്ലം എന്താണെന്ന്. നമ്മുടെ ടീമിനും അറിയാം, കോച്ചിന് അറിയാം, മാനേജേഴ്സിന് അറിയാം. ബോർഡിന് മാത്രം അറിഞ്ഞുകൂടാൻ തോന്നുന്നു. ബോർഡ് ഇപ്പോഴും അയപ്പോ എന്താ ആർട്ടറ്റ നോക്കിക്കോളും, ആർട്ടറ്റ എങ്ങനെയൊക്കെ കപ്പടി. പക്ഷെ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് പോയിന്റ് ചെയ്യുന്ന ഒരൊറ്റ ഡയറക്ഷനിലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഓണേഴ്സ് അല്ലെങ്കിൽ ബോർഡിനൊരു ആ ഒരു പഴയ പണ്ട് എങ്ങനെയാണോ അതേപോലെ ഒരു സെൽഫ് സസ്റ്റൈനബിൾ ആക്കി ചാമ്പ്യൻസ് ലീഗിലൊക്കെ ഉണ്ടായി ഒരു കുഴപ്പമില്ല ഒരു റവന്യൂ ജനറേറ്റ് ചെയ്ത് അങ്ങനെ ഒരു സെൽഫ് സസ്റ്റൈനിങ് മോഡൽ അങ്ങ് പോകാൻ. അല്ലെങ്കിൽ ട്രോഫി അങ്ങനെ ട്രോഫീസ് ആർ നോട്ട് ഒരു മാൻഡേറ്ററി ഇതല്ല എന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തി തുടങ്ങി. ഇതിന്റെ ഒരു കുഴപ്പം എന്താ എന്ന് പറഞ്ഞാൽ ഇനിയുള്ള എന്റെ ഈ സീസൺ ട്രോഫി അടിക്കത്തില്ല എന്നുള്ള എന്റെ ഏറ്റവും വലിയ പേടി. ആർട്ടറ്റയുടെ 5ാമത്തെ സീസൺ അതൊന്നും അല്ലായിരുന്നു എന്റെ ടെൻഷൻ. എന്റെ ടെൻഷൻ ഈ ഇവിടുത്തെ ഇപ്പോൾ നമ്മുടെ പ്ലെയേഴ്സ് ഇപ്പൊ ഉള്ള നമ്മുടെ സോ കോൾ പെർഫോമിംഗ് ടോപ്പ് ലെവൽ പ്ലെയേഴ്സ് ഉണ്ട്. ഇപ്പം സാക്കിയെ പോലെ, സലീബനെ പോലെ, ഇവരൊക്കെ ഒന്നുകൂടെ നീ ചിന്തിക്കാൻ തുടങ്ങി. ഇനി ഇവർക്കൊരു കോൺട്രാക്ട് എക്സ്റ്റൻഷന്റെ കാര്യമൊക്കെ നമുക്ക് ചെന്ന് അവരോട് പറയുന്ന എങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അതിനെ കുറിച്ച് ബ്രോയുടെ അഭിപ്രായം എന്താ? നമ്മളിപ്പോ ഈ ട്രസ്റ്റ് ദ പ്രോസസ് എന്ന് പറഞ്ഞൊരു വാക്യം നമ്മൾ കുറെ കാലമായിട്ട് കേൾക്കുന്നുള്ള നമ്മൾ എല്ലായിടത്തും യൂസ് ചെയ്യുന്ന വാക്യമായിരുന്നു. പക്ഷെ ശരിക്കും നമ്മുടെ പ്രോസസ് വിജയം കണ്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ പ്രീമിയർ ലീഗ് അടിക്കുക എന്നുള്ളതല്ല, അല്ലാതെ തന്നെ മറ്റുള്ള ട്രോഫീസും ഡൊമസ്റ്റിക് ട്രോഫീസും ഒന്നിലും നമുക്കൊരു ഫൈറ്റ് കൊടുക്കാൻ പറ്റിയിരുന്നില്ല. ഈ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. സോ ഇപ്പൊ നമ്മൾ പറയുന്ന പേരിൽ ഈ സാലിബയുടെ കാര്യമൊക്കെയാണ് ഇപ്പൊ ഈ സീസൺ കഴിയുമ്പോൾ നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ആ ഒരു കാര്യത്തിൽ ചെറിയൊരു സന്തോഷ വാർത്ത എന്നുള്ളത് റയൽ മാഡ്രിഡ് ഏർക്കൊരു 2 കൊല്ലം കൂടി കഴിഞ്ഞിട്ട് നോക്കുന്നുള്ളൂ എന്നൊരു വാർത്ത റൂമേഴ്സ് കേൾക്കുന്നു. കാരണം അവിടെ റോളസെൻഷോ നന്നായിട്ട് കളിക്കുന്ന ഒരു കാര്യം കൊണ്ട് അത് മാത്രമാണ് നമുക്ക് ആ കാര്യത്തിൽ പോസിറ്റീവായിട്ട് പറയുന്നത്. അപ്പൊ ശരിയാണ്, പ്ലേയേഴ്സിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ അവരുടെ ഒരു പ്രൊജക്ട് വെക്കുന്നുണ്ട്. ഇപ്പൊ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ആണ് സൈൻ ചെയ്യുന്ന സമയത്ത് അതിൽ പ്രൊജക്ട് വെക്കുന്നുണ്ട്. അണ്ടർ മിക്കൽ ആർട്ടറ്റ വി ആർ ഗോയിങ് ടു ഹാവ് ഡൊമസ്റ്റിക് ഡോമിനൻസ് എന്നുള്ള രീതിയിൽ പ്രൊജക്ട് വെക്കുന്നുണ്ട്. പ്രൊജക്ട് ഇപ്പൊ കഴിഞ്ഞ 2 സീസണിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഓക്കെ, ഫലം കാണാൻ ചാൻസ് ഉണ്ട്, ജസ്റ്റ് മിസ്സായതാണ്, ഫലം കാണാതിരിക്കും എന്നൊരു ഐഡിയോളജിക്കലി പറഞ്ഞു പോകാമായിരുന്നു. പക്ഷെ ഈ ഒരു സീസണിലെ പെർഫോമൻസ് കഴിഞ്ഞ് കഴിയുമ്പോൾ പ്ലേയേഴ്സ് ശരിയാണ് ഇരിക്കുന്ന ആലോചിക്കും, എവിടെ ഈ പ്രൊജക്ട് ഇപ്പൊ താഴോട്ടല്ലേ പോകുന്നത്. കാരണം
ഈ പ്രൊജക്ട് വിജയിപ്പിക്കണം എന്ന ആഗ്രഹമുള്ള ഒരു മാനേജ്മെന്റ് ആയിരുന്നെങ്കിൽ ഇവിടെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അങ്ങനെ ഒരു രീതി അവർ ചെയ്യില്ലായിരുന്നല്ലോ. ഒരു അറ്റാക്കറിനെ പോലും വാങ്ങിക്കാണ്ടിരിക്കില്ലല്ലോ. അറ്റ്ലീസ്റ്റ് ഇപ്പോഴത്തെ ഒരു അറ്റാക്കർ ഫ്രീ ഏജന്റിനെങ്കിലും വാങ്ങിക്കാണ്ടിരിക്കും. ഞാൻ ആ സമയത്ത് ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ഫ്രീ ഏജൻസ് ഒരുപാട് പേര്, ഡിയോഗോ കോസ്റ്റ അടക്കം ഒരുപാട് പേരുടെ പേരുകൾ ആർസണലായിട്ട് ലിങ്ക് ചെയ്യപ്പെടും, ഫ്രീ ഏജൻസ് ആണ് ഒരുപാട് പേര് വരും, ചാൻസ് ഉണ്ട്, അവരുടെ പേരൊക്കെ പറഞ്ഞതാണ്. പക്ഷെ ഒരാൾ പോലും എന്തിന് കൂട്ടാൻ പോലും ഒരു പ്ലെയർ സ്റ്റെർലിങ്ങിനെ ടീമിന് ഫ്രീ ഏജന്റിൽ ഒരാളെ ഈ ഒരു സീസൺ കഴിയുന്നവരെ സൈൻ ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പറയുമ്പോൾ പ്ലേയേഴ്സ് ഫാൻസ് ഒക്കെ ഫൈൻ, നമുക്ക് നമ്മുടെ ഒരു ഓപ്ഷൻ അങ്ങനെ പറഞ്ഞു കൊടുക്കാം. പ്ലേയേഴ്സ് പ്രൊഫഷണലി ചിന്തിച്ചു കൊടുക്കണം. കോച്ചിങ് ടാക്ടിക്സും കാര്യങ്ങളും വേറെ, മാനേജ്മെന്റ് എത്രത്തോളം ഇതിനായി ഈ പ്രൊജക്ടിനെ ഈ വിഷനെ ബാക്ക് ചെയ്യുന്നു എന്നുള്ളത് പ്ലേയേഴ്സ് ചിന്തിക്കും. കോച്ച് മോശമായിട്ടോ അല്ലെങ്കിൽ പ്ലേയിങ് സ്റ്റൈൽ മോശമായിട്ടോ പ്ലേയേഴ്സ് പോകുന്നത് വേറൊരു കാര്യമാണ്. അത് കൺവിൻസ് ചെയ്ത് പിന്നെ നിർത്താൻ പറ്റും. മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ബാക്കിംഗ് ഇല്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പ്ലേയേഴ്സ് ഇത് ചിന്തിക്കും. അതിപ്പോ ഈ പറയുന്ന സ്റ്റാർ ബോയ് അക്കാഡമി പ്രൊഡക്ട്സ് ആയ ബുക്കായ സാക്ക അടക്കമാണെങ്കിലും ഒരു പോയിന്റ് കഴിയുമ്പോൾ ചിന്തിക്കും. ഒരു ക്ലബിനോടുള്ള സ്നേഹം എന്നിട്ട് കാര്യമില്ലല്ലോ, മാനേജ്മെന്റ് ഇല്ലാത്ത പ്ലെയറിനൊരു കാര്യമില്ലല്ലോ. ശരിയാണ്, പ്ലേയേഴ്സ് എടുത്ത് ചിന്തിക്കും. അതുകൊണ്ട് അടുത്ത സീസൺ എന്ന് പറയുന്നത് ആർസണലിന്റെ ഒരു ഇടക്കാല ഫ്യൂച്ചറിലേക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സീസൺ ആയിട്ട് മാറുന്നത് അടുത്ത സീസൺ. അല്ല, എനിക്കും അത് പറയുമ്പോ ഞാൻ എടുത്ത് നമ്മൾ ചിന്തിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ആർട്ടറ്റയുടെ ടാക്ടിക്സിനെ ഒക്കെ ഓക്കെ ക്വസ്റ്റ്യൻ ചെയ്യാം, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ആർട്ടറ്റയുടെ ടാക്ടിക്സ് ഒക്കെ വർക്ക് ആവാത്ത ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. നമുക്കറിയാം, എസ്പെഷ്യലി ഈ പറഞ്ഞ ന്യൂകാസിൽ, ആസ്റ്റൺ വില്ല പോലത്തെ ടീമുകൾക്കെതിരെ ആർട്ടറ്റ വളരെ വീക്ക് ആയിട്ടാണ്. ആർട്ടറ്റനെ ഫ്രീ ആക്കി വിട്ട് ഇന്നസെന്റ് ആക്കി വിമർശിക്കേണ്ട ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് പ്ലേ മേക്കിംഗ് അത്ര മോശമായിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ ആർട്ടറ്റനെ വിമർശിക്കേണ്ട ഒരുപാട് സാഹചര്യം ഈ സീസണിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതെ. ജസ്റ്റ് നമുക്ക് ആ ഒരു മാച്ച് റിവ്യൂവിന്റെ കൂടെ ഒന്ന് പോവാം. ഞാൻ ആ മാച്ച് കണ്ടു. വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു മാച്ച്. കാരണം നമുക്ക് അതിനകത്ത് എടുത്ത് പറയാൻ പറ്റിയ വലിയ പോയിന്റ്സ് ഒന്നും ഇല്ലായിരുന്നു. ഒരു സ്റ്റേൽമേറ്റ് ഗെയിം, സാധാരണ ഗെയിം നമ്മൾ എപ്പോഴും കാണുന്ന പോലെ. നമുക്ക് പൊസഷൻ ഇങ്ങനെ കുറെ നേരം ഡോമിനേറ്റ് ചെയ്തു, ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഒന്നുമില്ല, ഒരു ചാൻസും ക്രിയേറ്റ് ചെയ്യുന്നില്ല. വളരെ അതിനകത്ത് എടുത്തു പറയേണ്ടത് ഡ്രോപ്പ് ഓഫ് ആയി വന്നത് ഒഡേഗാർഡിന്റെ പെർഫോമൻസസിൽ വരുന്ന, അതായത് ക്യാപ്റ്റൻ ഓഫ് ദ ടീം ആണ്. അപ്പം ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്യേണ്ട പല സാഹചര്യങ്ങളും ഒഡേഗാർഡ് സ്റ്റെപ്പ് അപ്പ് ചെയ്യാത്തതിൽ ഒരുപാട് എനിക്ക് പേഴ്സണലി ഭയങ്കര, ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഒഡേഗാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പ് പ്ലെയർ ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഒഡേഗാർഡ് സാക്ക പറയുമ്പോഴൊക്കെ എനിക്ക് ഒഡേഗാർഡിനോടൊരു എക്സ്ട്രാ ഇതുണ്ട്. കാരണം ഒഡേഗാർഡ് കാരണം പുള്ളിക്ക് വേറൊരു സാധനം ഉണ്ട്, ഒരു മാജിക് പുള്ളിയുടെ കയ്യിലുണ്ട്. പക്ഷെ ആളുടെ ക്യാപ്റ്റൻസി അല്ലെങ്കിൽ ആളുടെ പെർഫോമൻസിലൊന്നും ആ ഒരു സ്റ്റെപ്പ് അപ്പും കാര്യങ്ങളൊന്നും കണ്ടില്ല. നോട്ടിംഗ്ഹാം ആയിട്ടാണെങ്കിൽ പോലും ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസോ അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു അതാണ് ആരും സ്റ്റെപ്പ് അപ്പ് ചെയ്യാത്തൊരു അവസ്ഥയാണ് ഇപ്പൊ. യെസ്, ഇഞ്ചറീസ് ഉണ്ട്, മനസ്സിലാക്കാം. പക്ഷെ സ്റ്റിൽ ആ മാച്ച് ഒരു ബോറിംഗ് മാച്ച് തന്നെ ആയി. ഈസി ആയിട്ട് ഇപ്പൊ ലിവർപൂളിന്റെ കയ്യിലേക്ക് കപ്പ് കൊടുത്തൊരു അവസ്ഥ എന്ന് വേണേൽ പറയാം. കാരണം ദർ ഇസ് നോ ചാൻസ്. അല്ല, നമുക്ക് ടീം ഉണ്ടായിരുന്നെങ്കിലും പറയായിരുന്നു അറ്റ്ലീസ്റ്റ്. പക്ഷെ ദർ ഇസ് നോ വേ ഇനി നമുക്കൊരു കംബാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയൊന്നുമില്ല. എന്താണ് ബ്രോയുടെ അഭിപ്രായം ഒഡേഗാർഡിനെ കുറിച്ച്? ഒഡേഗാർഡിനെ കുറിച്ച് പറയാൻ നമ്മളിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വട്ടം നമ്മളിപ്പോ ഈ റീസെന്റ് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഫ്രണ്ട് ത്രീ മൊത്തത്തിൽ നമ്മുടെ ഔട്ടായി നിൽക്കുന്ന സാഹചര്യം. ബുക്കായ സാക്കോയും മാർട്ടിനെലിയും സ്ട്രൈക്കർ സാഹചര്യം ഏറ്റവും കൂടുതൽ സ്റ്റെപ്പ് ചെയ്യുന്ന നമ്മൾ ഉറ്റുനോക്കുന്ന മെറീനൊന്നും ശരിക്കും ഒഡേഗാർഡിനെ തന്നെയാണ്. ഇപ്പൊ സിറ്റിയുടെ നല്ല സിറ്റി വേണ്ടി ഡിബ്രൂവിനെയൊക്കെ കൊടുക്കുന്ന പോലെയുള്ള പെർഫോമൻസ്, കൊടുക്കുന്ന പോലത്തെ പെർഫോമൻസ്, അതേപോലെ അത്രയ്ക്ക് അറ്റാക്കിംഗ് മെന്റാലിറ്റി കാണിക്കണം പറയുന്നില്ലെങ്കിലും കുറച്ച് ഗോൾ അടിക്കാനുള്ള ഒരു ടെൻഡൻസി അദ്ദേഹത്തിന്റെ ഭാഗത്ത്. ശരിക്കും ഒരു ക്യാപ്റ്റൻ ആംബാനിനോട് കുറച്ചും കൂടി നീതി പുലർത്തുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഒഡേഗാർഡിന്റെ ഭാഗത്തുള്ള പ്രതീക്ഷ. അതായത് ഇതിനു മുമ്പ് കാഴ്ചവെച്ചിട്ടുണ്ട് ആർസണലിൽ. ആ പ്ലെയർ പക്ഷേ ഇഞ്ചുറിക്ക് ശേഷം തിരിച്ചു വന്നതിന് ശേഷം വളരെ ഡൗൺ ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ഇങ്ങനെ ഒരു സമയത്ത്, ആ ഒരു ടൈറ്റിൽ റേസിന്റെ ഒരു എഡ്ജിൽ നിൽക്കുന്ന സമയം, പ്ലേയേഴ്സ് ഇഞ്ചുറി കാരണം ഔട്ടായി നിൽക്കുന്ന സാഹചര്യത്തിൽ ശരിയാണ്, പ്ലെയർ ഒറ്റയ്ക്ക് ടീമിനെ എപ്പോഴും വിജയിപ്പിക്കാൻ കഴിയില്ല. പക്ഷെ അതിന്റെ ഇനിഷ്യേറ്റീവ് ഒരു പ്ലെയറിന്റെ ഭാഗത്തുനിന്ന് പ്ലെയറിന്റെ ഭാഗത്ത് കാണാൻ പറ്റിയില്ല എന്നുള്ളത് വളരെ ഇൻസൾട്ടിംഗ് ആയ കാര്യം തന്നെയാണ്. ആസ് എ ക്യാപ്റ്റൻ ഓഫ് ദ ടീം, ആർസണൽ ടീമിന്റെ ക്യാപ്റ്റൻ എന്ന രീതിയിൽ കുറച്ച് ഇൻസൾട്ടിംഗ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഒഡേഗാർഡിന്. പിന്നെ
കഴിഞ്ഞ കളിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള സിനാരിയോ ഈ സീസണിൽ തന്നെ ഒരുപാട് വട്ടം കണ്ട സിനാരിയോ ആണ്. ഡിഫെൻസീവ് ആയിട്ട് ലോ ബ്ലോക്ക് പിടിക്കുന്ന ഒരു ടീമിനെതിരെ ഒരു പ്ലാൻ ബി എന്ന് പറയുന്നത് നമ്മുടെ കോച്ചിന് പറ്റണില്ല. ശരിക്കും അത് ഈ സീസൺ കഴിഞ്ഞ് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ മിക്കൽ ആർട്ടറ്റ ക്രൂശിക്കപ്പെടാൻ പോകുന്ന ഒരു കാര്യം അതായിരിക്കും. ഏതെങ്കിലും ഒരു ടീം പ്രീമിയർ ലീഗിൽ ഡീസന്റ് ആയി കളിക്കുന്ന പോട്ടെ ലോ ലെവൽ ടീംസ് ആണെങ്കിൽ കൂടി ഒരു ലോ ബ്ലോക്ക് പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബോക്സ് ഓവർ ക്രൗഡ് ചെയ്ത് കഴിഞ്ഞാൽ ആർസണലിന് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോ ഇപ്പൊ വേണമെങ്കിൽ പറയാം ഫ്രണ്ട്ലി പ്ലേയേഴ്സ് ഇല്ലാന്നുള്ളു. ഫ്രണ്ട്ലി പ്ലേയേഴ്സ് ഉള്ളപ്പോൾ ഇതേ സാഹചര്യം സംഭവിച്ചിട്ടില്ലേ? ഗോൾ അടിക്കാൻ പറ്റാതെ ആ സമയത്ത് പലപ്പോഴും നമ്മളെ രക്ഷിച്ചത് നമ്മുടെ ആ ഒരു ഈ കോർണർ അപ്സ് എന്ന് പറയുന്ന കാര്യമാണ്. കോർണർസ് നമ്മൾ ഒരുപാട് വട്ടം രക്ഷിച്ചിട്ടുണ്ട്. ഇപ്പൊ അത് സംഭവിച്ചിട്ടില്ല. ശരിക്കും നമ്മൾ ഫസ്റ്റ് ഹാഫിൽ ഒരുപാട് വട്ടം രക്ഷപ്പെട്ട് പോയിട്ടുണ്ട്. പ്രീമിയർ ലീഗിന്റെ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ ഒരുപാട് രക്ഷപ്പെട്ട് പോയിട്ടുണ്ട്. അന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. കോർണേഴ്സ് വരുന്നു, സെറ്റ് പീസ് എഫ് സി വരുന്നു, ഇതൊക്കെ പറഞ്ഞ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. രക്ഷപ്പെട്ടു പോയതാണ് പല കാര്യത്തിലും. ആ സമയത്ത് എനിക്കതൊരു പ്രശ്നം തോന്നില്ല. കാരണം ഫസ്റ്റ് ഹാഫ് ഓഫ് ദ സീസൺ ആണ്, നമുക്കതൊരു വിഷയമല്ല. നമുക്ക് എങ്ങനെയാലും ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ ആ റേസിന്റെ അടുത്ത് നിൽക്കണം, അല്ല ഒരു 4.5 പോയിന്റ് ഗ്യാപ്പിൽ നിൽക്കണം എന്നുള്ള പ്രതീക്ഷയില്ല. സോ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കുറച്ച് സ്ലോ ആയാലും ഇറ്റ്സ് ഓക്കെ എന്നുള്ള ഇതായിരുന്നു. കാരണം നമുക്കറിയാം 2 സീസണിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് ടൈം ടൈറ്റിൽ റേസിൽ എത്തിയപ്പോഴത്തേക്കും ഫസ്റ്റ് ഹാഫ് വളരെ 50 പോയിന്റ്, അതായത് 19 കളിയിൽ നിന്ന് അതുകൊണ്ട് ഹാഫ് ഓഫ് ദ സീസൺ ആയപ്പോൾ നമ്മൾ 50 പോയിന്റ് ഒക്കെ എടുത്ത് നമ്മൾ ഫ്ലൈയിങ് ലെവലിൽ നിൽക്കുകയായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിൽ കംപ്ലീറ്റ്ലി ക്രാഷ് ആയി. അതിനുശേഷമാണ് ആർട്ടറ്റ എന്ന് പറയുന്ന ആർട്ടറ്റനെ അത് വല്ലാണ്ട് ഹേർട്ട് ചെയ്തു ആ ഒരു സീസൺ. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. കാരണം അത് ഫാൻസായ നമുക്കും ഹേർട്ടായി. കാരണം ആ സീസൺ നമ്മൾ പെർഫെക്റ്റ്ലി ബോട്ടിൽ ചെയ്തൊരു സീസൺ ആയിരുന്നു. ആ ടൈറ്റിൽ ബോട്ടിൽ ചെയ്തൊരു സീസൺ ആയിരുന്നു അത്. അപ്പൊ അതിനുശേഷം ആർട്ടറ്റ വളരെ ഡിഫെൻസീവായി ആ ഫ്രീ ഫ്ലോയിങ് ഒക്കെ കുറച്ചു, അറ്റാക്കും കാര്യങ്ങളൊക്കെ കുറച്ചു. അതോടൊപ്പം ആർസണൽ എന്ന് പറഞ്ഞ ടീം അത്രയും സ്റ്റേച്ചർ കൂടുമ്പോഴത്തേക്കും ഒപ്പോസിഷൻ ടീംസും അതിനനുസരിച്ച് കളിച്ചു തുടങ്ങി. അവർ ലോ ബ്ലോക്ക് ഇടാൻ തുടങ്ങി കൂടുതൽ മാച്ചസിലും. ആ സീസൺ ആക്ച്വലി കുറെയൊക്കെ നമുക്ക് നമ്മുടെക്കെതിരെ വന്നവരൊക്കെ അത്യാവശ്യം സ്പേസ് ബാഗിൽ ഇടുന്നുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അറ്റാക്ക് നമ്മുടെ കുറച്ചുകൂടി ഒരു ഫ്രീ ഫ്ലോയിങ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ആരെങ്കിലൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ നമുക്ക് എപ്പോഴും തരും. നമുക്കറിയാം ബോൺമത്തായിട്ടൊക്കെ ഉള്ള മാച്ചിലാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് മിനിറ്റ് വരെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഇവിടെ നമുക്ക് 90 മിനിറ്റ് ഉണ്ട് സമയം ഉണ്ടെങ്കിലും നമ്മളൊന്നും ചെയ്യില്ല എന്നുള്ളൊരു എക്സ്പെക്ടേഷനിലേക്ക് എത്തി. അതൊരു ഭയങ്കര ഡിസപ്പോയിന്റിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ മാനേജ്മെന്റിന്റെയും ബോർഡിന്റെയും രണ്ടുപേരുടെയും മിസ്റ്റേക്ക് ഉണ്ട്. ഈ ഒരു കഴിഞ്ഞ ജാനുവരി ട്രാൻസ്ഫർ അൺഫോർഗിവബിൾ ആണ് ആക്ച്വലി. അത് ഒരു രീതിയിലും നമുക്ക് ബോർഡിനെ ബാക്ക് ചെയ്യാനേ പറ്റാത്ത മൂവ്മെന്റ് ഇല്ലാതിരുന്നു. നമ്മൾ ആ 31-ാം തീയതി ആ ഒരു ഫൈനലിലേക്ക് എത്തിയപ്പോ തന്നെ നമുക്ക് മനസ്സിലായി ഗീവ് അപ്പ് ചെയ്തു. പിന്നെയുള്ള ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ പിന്നെയുള്ള പ്രതീക്ഷ നമുക്ക് മിക്കൽ ആർട്ടറ്റയിലും പ്ലേയേഴ്സിലും ആണ്. മാനേജ്മെന്റിലുള്ള പ്രതീക്ഷ നമ്മുടെ കഴിഞ്ഞു. പിന്നെ അവിടെ ഹാവേർട്സിന്റെ ഇഞ്ചുറി കൂടി ഒരാഴ്ച കഴിഞ്ഞപ്പോ വന്നപ്പോ തന്നെ ഉടനെ വന്നു. എല്ലാം ഫ്രണ്ട് ത്രീ മൊത്തം പോയി കഴിഞ്ഞപ്പോ തന്നെ നമ്മളെ സ്ട്രഗിൾ. ഇപ്പൊ ഈ ലെസ്റ്റർ സിറ്റിക്ക് ഇതേയുള്ള മത്സരത്തിൽ നമ്മള് മറ്റേ ദുബായ് ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്ന മത്സരമാണ്. അതിൽ തന്നെ 80 മിനിറ്റ് നമുക്ക് ഗോൾ കാണാൻ പറ്റുന്നില്ല. പിന്നീട് മിക്കൽ മെറിന്റെ 2 ഗോളിൽ കയറിപ്പോയതാണ്. അപ്പോഴേ എല്ലാവരും പറഞ്ഞു അതൊരു ഡേഞ്ചർ സിഗ്നലാണ്, ഈ സീസൺ താഴേക്ക് വരാൻ ചാൻസ് ഉള്ളൂ. വെസ്റ്റാമിനെതിരെയുള്ള തോൽവി നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെ അത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്ത് വന്നത്. എന്നിട്ടും ആ ഒരു സെയിം സിനാരിയോ റെപ്ലിക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടും നമുക്ക് അതൊന്നും ഓവർടേൺ ചെയ്യാനായിട്ട് ആർട്ടറ്റയ്ക്ക് പറ്റിയിട്ടില്ല. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ മിക്കൽ ആർട്ടറ്റയെ കുറ്റം പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സീസണിലുണ്ട്. ഒരുപാട് വാശി പിടിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് മിക്കൽ ആർട്ടറ്റ. കാരണം മിക്കൽ ആർട്ടറ്റ അത്യാവശ്യം കഴിവുള്ള കോച്ച് തന്നെയാണ്. അതിനകത്ത് സംശയമൊന്നുമില്ല. ഓക്കെ, സീനിയർ ലെവൽ ഫസ്റ്റ് ടീമാണ് ആർസണൽ, സമ്മതിക്കുന്നു. അദ്ദേഹത്തിന്റെ ആസ് എ ഹെഡ് കോച്ച് ഫസ്റ്റ് ടീമാണ്. പക്ഷെ എന്നാലും നല്ല കഴിവുള്ള കോച്ച് തന്നെയാണ്. അത് ഈ കഴിഞ്ഞ സീസണിലൊക്കെ ആർസണലിലുള്ള കാര്യമാണ്. എന്നിട്ട് ഈ കോച്ച് നിന്നുകൊണ്ട് ഈ പറയുന്ന ലോകത്തിനെതിരെ ഒരു പ്ലാൻ ബി കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളത്, അല്ലെങ്കിൽ കൊണ്ടുവരാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് മിക്കൽ ആർട്ടറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. മിക്കൽ ആർട്ടറ്റയ്ക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു കോച്ചൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആ സിസ്റ്റത്തിൽ ഇത്തിരി ഓവറായിട്ടുള്ള വാശി അവിടെ കാണുന്നുണ്ട്. അതേപോലെ ഹാവേർട്സിന്റെ കാര്യം ഇത് ഈ സീസണിൽ തുടങ്ങിയതല്ല, കഴിഞ്ഞ സീസണിൽ തുടങ്ങിയതാണ്. അതെല്ലാവരും അപ്പോഴും ഒരുപാട് ഫുട്ബോൾ പണിച്ച് വന്നു. ഹാവേർട്സ് ഗോൾ നേടുന്ന സമയത്തും ഗോൾ നേടാത്ത സമയത്തും പറഞ്ഞു ഇത് എപ്പോ വേണമെങ്കിലും പൊട്ടാവുന്ന ഒരു ബോംബാണ്, എപ്പോ വേണമെങ്കിലും പണി കിട്ടും എന്നുള്ളത്. അത് ഈ സീസണിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ ശരിക്കും സീസൺ തുടങ്ങിയപ്പോൾ നമ്മള് പോസിറ്റീവ് ആസ്പെക്ട്സും നെഗറ്റീവ് ആസ്പെക്ട്സും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുമല്ലോ. നമ്മൾ ആ നെഗറ്റീവിൽ പ്രെഡിക്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ വരിവരിയായിട്ട് ഈ സീസണിൽ സംഭവിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ ഫാൻസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാനേജ്മെന്റിനും മിക്കൽ ആർട്ടറ്റയ്ക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമില്ലായിരുന്നല്ലോ.
അതെ, നമ്മളെ ആർസണൽ ഫാൻസ് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ എത്ര മോശം സിറ്റുവേഷനിലും നമ്മളൊരു ഹോപ്പ്, ഗ്ലിമ്മർ ഓഫ് ഹോപ്പിന് വേണ്ടി നമ്മളിങ്ങനെ നോക്കും. ആ ഒരു ചെറിയ, ഇപ്പൊ ഞാൻ പേഴ്സണലി ഇപ്പൊ പറയുകയാണെങ്കിൽ, മെറീനോ 2 ഗോൾ അടിച്ചു, ഇനി അതൊരു ചാൻസ് ആയിരിക്കോ? അതായിരിക്കും നമ്മുടെ ഈ സീസണിലെ ഒരു അല്ല, നമുക്ക് പറയാം ഒരു ഡ്രീം റൺ ചിലപ്പോ നമുക്ക് കിട്ടുമോ എന്നൊക്കെയുള്ള ഒരു ഫോൾസ് ഹോപ്പ് നമ്മളിലേക്ക്. അത് നമ്മുടെ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്, നമ്മളെ തന്നെ ചിന്തിച്ചു കൂട്ടുന്ന ഒരു കാര്യമാണ്. ഓക്കെ, എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ട്, എന്തെങ്കിലും ഒരു സാധ്യത നമുക്ക് ചിന്തിച്ചെടുത്താൽ മാത്രമല്ല നമുക്ക് സീസൺ കാണാനായിട്ട് റീസൺ ഉള്ളൂ. അതെ, അല്ലെങ്കിൽ നമ്മൾ റീസൺ ഇല്ലല്ലോ. അതെ, അത് അല്ലെങ്കിൽ ഫാൻസ് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുന്നതിൽ വലിയ അർത്ഥമില്ലല്ലോ. നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ മാച്ചും എത്ര ഇതാണെങ്കിലും കാണും. നമുക്ക് തീരെ പറ്റത്തില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ പോലെ ചില മാച്ചസ് ഒക്കെ ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാം ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനത്തെ ഒരുപാട് മാച്ച് ഈ സീസൺ എനിക്ക് കാണാൻ പറ്റിയത്. അത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, വെറുതെയാണ്. കാരണം ഓരോ അറ്റാക്കും വെറുതെ ഇങ്ങനെ മറ്റേ റൈറ്റ് വിങ്ങിൽ കൊടുക്കുന്നു, വെന്നിയേരി കട്ട് ചെയ്യുന്നു, ക്രോസ് ഇടുന്നു, ഒന്നും സംഭവിക്കത്തില്ല. ക്രോസ് പിടിക്കാൻ ആരുമില്ല, ക്രോസ് എടുക്കാൻ വേറെ ഏതെങ്കിലും പൊസിഷനിൽ നിൽക്കണ്ടോ? അതെ, അതുപോലെ 1-2 ഗോളൊക്കെ കയറിയിട്ടുണ്ട്, ഇല്ല നല്ല പറഞ്ഞ പോലെ സാക്കിയും വെന്നിയേരിയുടെ ആ മെറീനോ ഗോളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ബട്ട് അതൊന്നും എപ്പോഴും കൺസിസ്റ്റന്റ് അല്ലല്ലോ. നമ്മൾ ഇപ്പൊ ലിവർപൂളിൽ നോക്കുകയാണെങ്കിൽ ലിവർപൂൾ എല്ലാ സ്റ്റൈൽ ഓഫ് ഗോളും അടിക്കുന്നുണ്ട്. അവർ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അവർ മാക്സിമം ഡിഫൻസ് ലൈനെ ബ്രേക്ക് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുക. അതായത് ന്യൂ കാസലിനെതിരെയൊക്കെ അവർ കളിച്ച കളി എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ഗെയിമാണ്. കാരണം ന്യൂ കാസൽ ഈ പറഞ്ഞ പോലെ നല്ലോണം പ്രസ് ചെയ്യുന്ന ഒരു ടീമാണ്. മിഡ് ബ്ലോക്ക് ഒക്കെ ഇടുന്നു. മിഡ് ബ്ലോക്ക് അവർ അത്ര ഹെവി ലോ ബ്ലോക്ക് പോകുന്ന ഒരു ടീമൊന്നുമില്ല, പക്ഷെ നല്ല ഫിസിക്കാലിറ്റിയും റണ്ണേഴ്സും ഒക്കെ ഉള്ളവരാണ്. പക്ഷെ അവർ അത്യാവശ്യം കയറി കളിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ലിവർപൂൾ നല്ല രീതിക്ക് അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അതൊന്നും യൂട്ടിലൈസ് ചെയ്യുന്നില്ല. നമ്മൾ റണ്ണേഴ്സ്, നമ്മുടെ വിങ്ങേഴ്സിനെ അല്ലെങ്കിൽ മാർട്ടിനെല്ലി പോലുള്ള വിങ്ങേഴ്സിനെ, പേസ് ഉള്ള പ്ലേയേഴ്സിനെ ഒന്നും ഒട്ടും യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്ന് തന്നെ എനിക്ക് തൊട്ട് നോക്കിയിട്ടില്ല ഒരു സീക്വൻസിൽ പോലും. നമുക്ക് സ്ട്രൈക്കിംഗ് പൊസിഷന്റെ ഹാവേർഡ്സ് ആണെന്നുള്ളത് പോട്ടെ, ഹാവേർഡ്സ് സ്പീഡുള്ള പ്ലെയർ തന്നെയാണ്. വിങ്സിൽ നമ്മൾ കുറിച്ച് പറയാൻ കഴിയുന്ന പ്ലേയേഴ്സ്, വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് നമുക്ക് ഉണ്ടായിട്ട് പോലും കൗണ്ടർ അറ്റാക്കിങ് ഈ സീസണിൽ ഇഞ്ചുറീസ് ഒക്കെ വരുന്നതിന് മുമ്പ് ആയിരുന്ന പോലും തൊട്ട് തീണ്ടിട്ടില്ല നമ്മൾ ആ ഒരു കൗണ്ടർ അറ്റാക്ക് എന്ന സംഗതി. അത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വരുമായിരുന്നു. ഇപ്പൊ എന്നിട്ട് പതുക്കെ കളി കൊണ്ട് സ്ലോ ആക്കുന്നത് നമ്മൾ ഒരുപാട് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യമാണത്. അതാ പറയുന്നത്, ആ മിക്കേൽ ആർട്ടറ്റയുടെ ഒരു വാശി, ആ ഒരു നമുക്കൊരു സിസ്റ്റം ഉണ്ട്. എതിരെ കളിക്കുന്ന ടീമുകൾക്ക് എതിരെ മാറ്റുന്ന സിസ്റ്റം അല്ല, നമുക്കൊരു സിസ്റ്റം ഉണ്ട്. നമ്മൾ ആ എതിരെ ആര് വന്നാലും ഞങ്ങൾ ആ സിസ്റ്റത്തിൽ നിന്ന് വിട്ടുമാറില്ല, ഞങ്ങൾ ആ രീതിയിലേ കളിക്കുള്ളൂ. ഇത് ഓരോ ടീംസിന് മനസ്സിലായി തുടങ്ങി. അപ്പൊ അവർ അവരുടേതായ രീതിയിൽ ടാക്ടിക്സ് അവർക്ക് ശരിക്കും കുറച്ച് എളുപ്പമാണ് ചെയ്യുന്നത്. ആർസണൽ എങ്ങനെ കളിക്കുന്നത് വെച്ചാൽ അറിയാം, ഇതാണ് അവർ പ്ലേയിങ് സ്റ്റൈൽ. അവരെ കൂട്ടേണ്ടത് എങ്ങനെയാണെന്നുള്ള ടെക്സ്റ്റ് ബുക്ക് ടാക്ടിക്സ് പോലെ അറിയാം. ലോ ബ്ലോക്ക് പിടിക്കുക, ബോക്സ് ഔട്ട് ഔട്ട് ചെയ്യുക. ആർസണൽ വിൽ സ്ട്രഗിൾ, കാരണം ആർസണലിന് ക്ലിനിക്കൽ ഒരു ഫിനിഷിങ്ങിന്റെ കുറവുണ്ട് ബോക്സിനകത്ത്. അത് ഒരു വട്ടോ 2 വട്ടോ അല്ല, സീസണിൽ നിരവധി വട്ടം ടീംസ് പ്രയോഗിച്ച് സക്സസ്ഫുൾ ആയ കാര്യമാണ്. എന്നിട്ടും ആ ഒരു സിസ്റ്റത്തിന് ചെറിയൊരു ചേഞ്ച് ഇങ്ങനെയുള്ള ടീംസിനെതിരെ വരും. ഓക്കെ, ഫസ്റ്റ് ഹാഫിൽ നമ്മൾ വളരെ സ്ട്രഗിൾ ചെയ്തു, സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പോട്ടെ ലാസ്റ്റ് 15-20 മിനിറ്റ്സിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ സിസ്റ്റം ഒന്ന് മാറ്റി പിടിക്കാം എന്നൊരു ചിന്ത എന്നൊരു ഓപ്ഷൻ പോലും മിക്കേൽ ആർട്ടറ്റ അവിടെ ചൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ശരിയാണ്, മിക്കേൽ ആർട്ടറ്റയ്ക്ക് പ്ലേയേഴ്സിന്റെ അഭാവം ഉണ്ട്, ഇപ്പൊ അറ്റാക്കിങ്ങിൽ പ്ലേയേഴ്സിന്റെ അഭാവം ഉണ്ട്. പക്ഷെ ഉള്ള പ്ലേയേഴ്സിനെ വെച്ച് ഉള്ള സിസ്റ്റം ഒന്ന് മാറ്റാൻ, പ്ലേയേഴ്സ് ഉള്ള സമയത്ത് കൂടി സിസ്റ്റം ഒന്ന് മാറ്റാനായിട്ട് മിക്കേൽ ആർട്ടറ്റ റെഡി അല്ല. അതിപ്പോ ഒരു തിരിച്ചടിയിട്ട് തുടങ്ങി. ഈ പലരും ഇപ്പൊ പറയുന്ന ഹലോ കേക്കാ ബ്രോയുടെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ടോ? ഒരു ചെറിയ ഈ വീഡിയോ ഇങ്ങനെ സ്റ്റക്കായി ഇപ്പൊ കുഴപ്പമില്ല, നോർമലായി. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു തന്നത് ആർട്ടറ്റയുടെ ടാക്ടിക്സിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ കാണുന്നതാണ് ആർട്ടറ്റയുടെ വാശി. ഇപ്പം ബ്രോ പറഞ്ഞ പോലെ ആ ഒരു പക്ഷെ എനിക്ക് എന്താ അറിയോ, നമുക്ക് ഇതേപോലെ ഒരുപാട് ഇപ്പം ടാക്ടീഷ്യൻസ് ഉണ്ട്, അവരുടേതായ ഒരു ഇത് വിട്ടുപിടിക്കാത്തവരുണ്ട്. പക്ഷെ ആർട്ടറ്റ അതിൽ നിന്നും കുറെയൊക്കെ ഡിഫറെന്റ് ആണെന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നിയിട്ടുണ്ട് പുള്ളിക്ക് അറ്റാക്കിങ്ങും ഡിഫൻസും രണ്ടും നല്ല രീതിയിൽ കോച്ച് ചെയ്യാൻ അറിയുന്ന ഒരു മാനേജറാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ പുള്ളി കൂടുതലും ഇപ്പൊ ഡിഫൻസീവിലോട്ടാണ് ഒരു ഷിഫ്റ്റ് കൂടുതൽ എടുക്കുന്നത്. പുള്ളി വിചാരിച്ചാൽ പുള്ളി നല്ല രീതിക്ക് അറ്റാക്കിംഗ് കോച്ച് ചെയ്യുന്ന ഒരു മാനേജർ തന്നെയാണെന്ന് നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു സീസൺ ഫുള്ള് നമ്മളത് കണ്ടതാണ്.
പക്ഷെ ആ ഒരു ബാലൻസ് പുള്ളിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഒന്നെങ്കിൽ ഫുൾ അറ്റാക്ക് അല്ലെങ്കിൽ ഫുൾ ഡിഫെൻസീവ്. അപ്പം അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇപ്പൊ ആക്ച്വലി ഇപ്പം പലരും പറയുന്നത് ഇങ്ങനെ കളിച്ചാൽ ചാമ്പ്യൻസ് ലീഗ് ഒക്കെ നല്ല റണ്ണ് പോകാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലാകുന്നുള്ളത് എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത്? ഓക്കെ, ഡിഫെൻസീവിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഓക്കെ, ശരി, സമ്മതിച്ചു. അപ്പൊ നമുക്ക് അതിന്റെ അർത്ഥം പെനാൽറ്റി ഷൂട്ട് ഔട്ട് വഴി മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ 90 മിനിറ്റ്സിൽ നമ്മൾ സ്കോർ ചെയ്യാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം. ചാമ്പ്യൻസ് ലീഗിലൊന്നും നമ്മൾ ആരുമായിട്ട് സ്കോർ ചെയ്യത്തില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഷുവറാണ്. അതല്ലെങ്കിൽ വല്ല കോർണേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരണം. അപ്പൊ ചാമ്പ്യൻസ് ലീഗിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പൊ നമ്മുടെ ഒരു ക്വാർട്ടർ ഫൈനൽ നെക്സ്റ്റ് വീക്ക്, ഫസ്റ്റ് ക്വാർട്ടർ ഫൈനൽ അഗൈൻസ്റ്റ് PSV ആണ്, അവയാണ്. എന്താണ് അതിനെ കുറിച്ച് ബ്രോ എക്സ്പെക്ടേഷൻ? എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാൽ എനിക്കിപ്പോ ഈ സീസണിലേക്ക് തന്നെ ആകെ ബാക്കിയുള്ള ഒരു ചെറിയ പോസിറ്റീവ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഈ PSV ആയിട്ടുള്ള മത്സരം ജയിച്ചു കഴിഞ്ഞാൽ മേ ബി നമുക്ക് റയൽ മാഡ്രിഡ് പോലൊരു ക്ലബിന്റെ അടുത്തൊക്കെ സാന്റിയാഗോ ബെർണബിലൊക്കെ ചെന്ന് ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരം കളിക്കാൻ പറ്റും എന്നുള്ളതാണ്. ആസ് എ ഫാൻ കുറെ കാലങ്ങളായിട്ട് ഞാൻ മിസ് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ചാമ്പ്യൻസ് ലീഗിൽ ഉണ്ടായിരുന്നില്ല, വലിയ വലിയ ടീമുകളിലെ കളി ചൊവ്വാഴ്ച രാത്രിയൊക്കെ വരുമ്പോൾ നമ്മുടെ ടീം ഇല്ല, നമ്മൾ മറ്റുള്ളവരുടെ കളി കണ്ടിരിക്കുകയാണ്. നമ്മള് വ്യാഴാഴ്ച പ്രാഗിലൊക്കെ പോയി. യൂറോപ്പ ലീഗിന് വേണ്ടി വെയിറ്റ് ചെയ്യണം നമ്മള്. അപ്പൊ കഴിഞ്ഞ സീസണാണ് നമ്മൾ ചാമ്പ്യൻസ് ലീഗിലേക്ക് വന്നത്. അപ്പോഴൊക്കെ ആഗ്രഹമായിരുന്നു മറ്റേ ഡ്രോ വരുമ്പോ ഏതെങ്കിലും ശക്തരായ ടീമുകൾക്കെതിരെ തന്നെ വന്നാൽ ആൾറെഡി സ്റ്റേഡിയത്തിൽ പോയി നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ നമുക്ക് പിന്നെ ടീമിലുണ്ടായിരുന്നു. അപ്പോഴാണ് ബയൺ മ്യൂണിച്ച് അയൻസ് അരീനയിലേക്കൊക്കെ ചെല്ലുന്നത്. അതെനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ സീസണിലേക്ക് വരുന്നത് പാത്വേ കറക്റ്റ് അടുത്ത ഈ ഒരു PSV ആയിട്ട് ജയിച്ചു കഴിഞ്ഞാൽ നേരെ മാഡ്രിഡിലേക്കാണ്, അല്ലെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് അല്ലെങ്കിൽ റയൽ മാഡ്രിഡ്. രണ്ടും വളരെ ടഫാണ്. പക്ഷെ ഇതിനകത്ത് ഒരു കാര്യമുണ്ട്, അത്ലറ്റിക്കോ മാഡ്രിഡ് ആണെങ്കിൽ ഒരു, ഞാൻ പറയാം, ഒരു ടെററിസ്റ്റ് ഫുട്ബോൾ ആയിരിക്കും രണ്ടുപേരും. ഞാൻ പറയുകയാണെങ്കിൽ നമുക്കിപ്പോ അത്ലറ്റിക്കോ റയൽ മാഡ്രിഡിനേക്കാൾ കുറച്ചും കൂടി പൊടിക്ക് പേടിക്കേണ്ടത് അത്ലറ്റിക്കോ മാഡ്രിഡിനെയാണ്. കാരണം ഡിഫൻസീവ്ലി അവര് ബോക്സിനകത്ത് സമ്മതിക്കില്ല. ഓൾറെഡി ഗോൾ അടിക്കാൻ നമുക്ക് ആളില്ല, അതിനോട് അത്ലറ്റിക്കോയുടെ ഡിഫൻസീവ് സ്റ്റൈലും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ റയൽ മാഡ്രിഡിനെ കുറച്ചും കൂടി നമുക്ക് പറ്റും. ഇതൊക്കെ PSV കിടന്നാൽ മാത്രമാണ്. അതാണ് ഞാൻ പറയാമത്. നമ്മൾ ഈ വീഡിയോ ഇടുമ്പോഴത്തേക്കും കമന്റ്സ് പറയാം, അതിന് നീയൊക്കെ ആദ്യം PSV ആയിട്ടൊന്ന് അല്ല, ശരിയാണ്. നമ്മുടെ ഇപ്പൊ ഗോൾ അടിക്കാൻ ആളില്ല. ഡിഫൻസീവ്ലി ഓക്കെ, എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. സാലിവയും ഗബ്രിയേലും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ആരും ഏത് അറ്റാക്കർ ആണെങ്കിലും കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. അപ്പൊ നമുക്ക് ആ ഒരു കാര്യത്തിൽ കോൺഫിഡൻസ് ഉണ്ട്. ഡിഫൻസീവ്ലി എനിക്ക് വലിയ ടെൻഷൻ ഇല്ല. പക്ഷെ അറ്റാക്കിങ്ങിൽ ഗോൾ അടിക്കാനായിട്ട് വെസ്റ്റ് ഹാമിന്റെ അടുത്തും നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ അടുത്തും ഗോൾ അടിക്കാനായിട്ട് പറ്റാത്ത നമ്മള് ചാമ്പ്യൻസ് ലീഗിൽ പോയി ഗോൾ അടിക്കും എന്ന് പറയുന്നത് അത്ര സുഖമുള്ള. പിന്നെ ഒരേ ഒരു പ്രീമിയർ ലീഗിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമുക്കുള്ള ഹോപ്പ് എന്ന് പറയുന്നത് എന്തായാലും ചാമ്പ്യൻസ് ലീഗിൽ ഒരു ലോ ബ്ലോക്ക് പിടിച്ച് ആർസണലിനെ പിടിച്ചിട്ട് നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറയാൻ PSVയുടെ ഞങ്ങൾക്ക് ഫോളോ ചെയ്തിട്ടില്ല. പക്ഷെ സ്റ്റിൽ പ്രീമിയർ ലീഗിൽ ഉപയോഗിക്കുന്ന ആ സെയിം ടാറ്റിക്സ് എന്തായാലും ചാമ്പ്യൻസ് ലീഗിൽ ആർസണലിന് ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ ഗോൾ അടിക്കാൻ ആളില്ലാണ്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ ബ്രില്യൻസ് വരണം, ലൈക്ക് മെറീനോ അല്ലെങ്കിൽ ഈതൻ വാനർ ഇങ്ങനെ കട്ടിങ് ചെയ്ത് ലോങ് റേഞ്ചർ ബൈക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നാൽ മാത്രമാണ് PSV. ഇങ്ങനത്തെ ചാമ്പ്യൻസ് ലീഗൊക്കെ വരുമ്പോൾ നമ്മൾ ആക്ച്വലി മാർട്ടിനെല്ലിയുടെ ഒക്കെ ഒരു കളി, സത്യം പറഞ്ഞ മാർട്ടിനെല്ലിയൊക്കെ അവിടെയാണ് തിളങ്ങേണ്ട പ്ലെയർ. കാരണം അയാൾക്ക് വേണ്ടിയുള്ള ഒരു ടൂർണമെന്റ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത്രയും വിങ്ങിലൂടെ ഗോൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ചാമ്പ്യൻസ് ലീഗിൽ നമ്മൾ കാണാൻ ഏറ്റവും കൂടുതലും ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന എപ്പോഴും വിങ്ങേഴ്സ് ആയിരിക്കും. കാരണം അത്ര അധികം സ്പേസ് നമുക്ക് ബാക്ക് ലൈനിൽ കിട്ടും. അപ്പം നല്ലൊരു വിങ് നമുക്കിപ്പോ ആകെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് വെന്നിയേരി മാത്രമാണ്. അല്ലാണ്ട് ഇപ്പൊ നമുക്ക് അവിടെ ഒരാള് 17 വയസ്സുള്ള ഒരു പയ്യനല്ലോ. നമ്മളൊന്ന് ആലോചിച്ചു, 17 വയസ്സെന്നൊക്കെ പറയുന്നത് വളരെ ചെറുതാണ്. നമ്മളൊക്കെ +1 +2 പഠിക്കുന്ന ടൈമിലാണ് പയ്യൻ ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്നതെന്ന് ആലോചിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലാവും ആ ഒരു ബോഡി എത്ര താങ്ങുമെന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പം വെസ്റ്റ് ഹാമിനെതിരെയുള്ള മത്സരത്തില് ആള് ഞൊണ്ടി പോയി. അതിനുശേഷം ഇപ്പോ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് മത്സരത്തിലും ആളെ 70 മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ സബ് ചെയ്ത് കയറ്റേണ്ടിയും വന്നു, സ്റ്റെർലിംഗിനെ വന്നു. അപ്പൊ ഈ ഒരു മത്സരത്തിലേക്കായാലും പ്ലെയറിൽ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നതും തെറ്റാണ് നമ്മള്. കാരണം ഇപ്പൊ പറഞ്ഞ ആ പയ്യന്റെ അടുത്തുനിന്ന് ഇത്രയും ഡിമാൻഡിങ് ആയിട്ട് പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യുന്നത് ശരിക്കും മോശമാണ് നമ്മള്. പക്ഷെ ഓപ്ഷൻ അല്ലെങ്കിൽ പിന്നെ ഒഡഗാർഡൊക്കെ സ്റ്റെപ്പ് അപ്പ് ചെയ്യണം. എനിക്ക് ആ കാര്യം അതൊക്കെയാണ് നമുക്ക് ഒരു രീതിയിലും അല്ല, എനിക്ക് ആ കാര്യം നമ്മുടെ മിഡ്ഫീൽഡിൽ ഡെക്ലാൻ റൈസ് അത്യാവശ്യം സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആള്. അറ്റാക്കിങ്ങില്
ഒരു ഇത് കൊണ്ടുവരണം എനിക്ക്, എന്റേതായ ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ഹാഫ് സ്പേസിലും പിന്നെ ആ ഒരു ബോക്സിലേക്കും ആൾ അത്യാവശ്യം എൻ്റർ ചെയ്യുന്നുണ്ട്. ആൾക്ക് ആ ഫൈനൽ ടച്ച് കിട്ടുന്നില്ല. ഒഡെഗാർഡ് അതും ഇല്ല, അത് വേറെ കാര്യം പോലെ. അപ്പൊ ഈ ഡെക്ലാൻ റൈസ് ഒക്കെ മേ ബി ഒരു കോൺട്രിബ്യൂഷൻ തന്നാൽ PSV എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോ എന്താ പറയാ, ഗോൾ അടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പ്രീമിയർ ലീഗിൽ നമുക്ക്. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോ ഒരു കളിയും ജഡ്ജ് ചെയ്യാൻ പ്രിഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക്. ഏതൊരു പ്ലെയർ സ്റ്റെപ്പ് അപ്പ് ചെയ്താൽ, ഇപ്പൊ ഒഡെഗാർഡ് സ്റ്റെപ്പ് അപ്പ് ചെയ്യില്ലെന്ന് കട്ടായം പറയാനും പറ്റില്ല. പക്ഷെ സ്റ്റെപ്പ് അപ്പ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു സിസ്റ്റം വെച്ചിട്ട് നമുക്ക് എന്തായാലും ഗോളുകൾ നേടാൻ അത്ര സുഖമായിരിക്കില്ല. കാരണം നമുക്ക് പ്ലേയേഴ്സ് ഉള്ള സമയത്ത് തന്നെ നമ്മുടെ സിസ്റ്റം ചില സമയത്ത് ഫോളോ ആവുന്ന നമ്മൾ കണ്ടാണ് ചാമ്പ്യൻസ് ലീഗിലൊക്കെ നല്ല ഇറ്റാലിയൻ ടീംസിന്റെ അടുത്തൊക്കെ വന്നപ്പോൾ നമ്മൾ അത്യാവശ്യം ഫോളോ ആയതാണ്. PSVയുടെ അടുത്തേക്ക് വരുമ്പോൾ എന്താവും എന്നുള്ളത് ശരിക്കും സർപ്രൈസിങ് ആണ്. പക്ഷെ നമ്മളിപ്പോ PSVയുടെ അടുത്ത് അടി കൊണ്ട് പുറത്തു പോയാലും എനിക്ക് വലിയ ആ കാര്യത്തിൽ എക്സ്പെക്ടേഷൻ ഇല്ലല്ലോ, നമുക്ക് ഇനി എക്സ്പെക്ടേഷൻ ഇല്ല ഈ സീസൺ. അതുകൊണ്ട് ആസ് എ ഫാൻ ഞാൻ പറഞ്ഞ എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, ഇനിയിപ്പോ ഈ PSV ജയിച്ചു കഴിഞ്ഞാൽ മേ ബി സാന്റിയാഗോ ബെർണബേയിൽ അല്ലെങ്കിൽ മെട്രോപൊളിറ്റനോ സ്റ്റേഡിയത്തിൽ നമ്മൾ വെച്ചത് കളിക്കും എന്നുള്ളൊരു ആ ഒരു കളി കാണാം എന്നുള്ള 2 മത്സരം കിട്ടും മാത്രം ടോപ്പ് ടീംസ് ആയിട്ട് എന്നുള്ള ഇത് മാത്രമേ നമുക്കുള്ളൂ. ഒരു ആഗ്രഹം അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഈ സീസണിൽ നിന്ന് വേറെ എക്സ്പെക്ടേഷൻസ് ഒന്നും നമുക്കില്ല. കാരണം അത് റിയലിസ്റ്റിക് ആയിരിക്കില്ല. നമുക്ക് വേണമെങ്കിൽ വെറുതെ പോസിറ്റിവിറ്റിയുടെ പേരിൽ വെറുതെ എക്സ്പെക്ടേഷൻസ് വെക്കാം. ലിവർപൂൾ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ചാമ്പ്യൻസ് ലീഗിൽ ഒരുപാട് മുന്നോട്ട് പോകും, നമ്മളൊരു ബ്ലാക്ക് ഹോൾസ് റൺ നടത്തുന്നൊക്കെ വേണമെങ്കിൽ വെറുതെ പോസിറ്റിവിറ്റിയുടെ പേര് പറയാനേ ഉള്ളൂ. പക്ഷെ റിയലിസ്റ്റിക് പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മൾ ഈ സീസൺ എന്ത് ടൈറ്റിൽ എടുത്താലും അത് അൺഫെയർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. നമ്മൾ ഡിസർവ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പം പ്രീമിയർ ലീഗ് ലിവർപൂളിന് കൊടുക്കുന്നത് എന്തുകൊണ്ടും ഡിസർവിംഗ് ആണ്. മുഹമ്മദ് സാല എന്ന് പറഞ്ഞ പ്ലെയറിന് ചാമ്പ്യൻസിന്റെ മെന്റാലിറ്റിയും കാണിച്ചു വെക്കുന്നുണ്ട്, പെർഫോമൻസും വെക്കുന്നുണ്ട്. എസ്പെഷ്യലി സാല ബ്രോ. നമ്മൾ ഇപ്പൊ ഈ സീസൺ ലിവർപൂള് പ്രീമിയർ ലീഗ് അടിച്ചില്ലെങ്കിൽ അത് ഭയങ്കര ഒരു ഡിസർവീസ് ആണ് ലിവർപൂള് സാലയോട്, ആ ടീം സാലയോട് ചെയ്യുന്നത്. കാരണം സാല എടുക്കുന്ന ഈ സീസണിലെ പെർഫോമൻസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി പ്രീമിയർ ലീഗ് ഗ്രേറ്റ് പെർഫോമൻസസ് ആണ് നമ്മൾ ആക്ച്വലി ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ സീസണിൽ അവര് എന്താ പറയാ, പ്രീമിയർ ലീഗ് ഡിസർവിംഗ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോ മനസ്സിലായി. ഈ ഒരു സ്റ്റേജിൽ ഇനിയിപ്പോ ഇവരല്ലാണ്ട് വേറെ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ദാറ്റ്സ് റിയൽ എന്താ പറയാ, അൺഫെയർ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ലിവർപൂൾ പ്ലേയേഴ്സ് ഒക്കെ തമ്മിലുള്ള വലിയൊരു വ്യത്യാസം. ഇവന്തോ അവർക്ക് എപ്പോഴും മത്സരങ്ങൾ എപ്പോഴും ഈസി ആയിരുന്നിട്ടില്ല ലിവർപൂളിൽ. പക്ഷെ അവിടെ അവരുടെ പ്ലേയേഴ്സ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്ന രീതി, ഞങ്ങൾ പ്രീമിയർ ലീഗിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന പ്ലേയേഴ്സ് ആണ്. ആ ഒരു ചാമ്പ്യൻ എസ്പെഷ്യലി സാലയ്ക്ക് വേണ്ടി കളിക്കും. സാലയുടെ ചിലപ്പോ ലാസ്റ്റ് സീസൺ ആവാം, ചാൻസ് ഈ സീസൺ. അതെ, പറയാൻ പറ്റില്ല. ബട്ട് സാല കളിക്കുന്ന ഒരു മോഡുണ്ടല്ലോ, ആ മോഡ് കാണുമ്പം പുള്ളി എല്ലാം ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്ന ഒരു രീതിയിലാണ് പുള്ളി കളിക്കുന്നത്. അപ്പം ഡെഫിനറ്റ്ലി ഇതെന്താ പറയാ, ആ പ്ലേയേഴ്സ് അങ്ങനെ തന്നെ പമ്പ് ചെയ്ത് കളിക്കുന്നത്. മേ ബി നെക്സ്റ്റ് സീസൺ ലിവർപൂളിന്റെ കാര്യം നമുക്കറിയില്ല. സാല ഇല്ല എന്നുണ്ടെങ്കിൽ എന്താവും അവസ്ഥ എന്ന് നമുക്കറിയില്ല. ലിവർപൂൾ ചിലപ്പോൾ ലിവർപൂളിൽ ഇപ്പൊ സല ഓക്കെയാണ്, ശരിയാണ്. സല ഒരു വല്ലാത്ത പെർഫോമൻസ് ആണ് ഈ സീസണിൽ കാഴ്ചവെക്കുന്നത്. പക്ഷെ അവരുടെ മറ്റുള്ള പ്ലേയേഴ്സ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്. സബോസ്ലേ ആണെങ്കിലും സബോസ്ലേ ഒക്കെ കഴിഞ്ഞ വർഷത്തേക്ക് കൊടുത്ത ഇൻപുട്ട് ചെറുതൊന്നുമല്ല. സബോസ്ലേ അങ്ങനത്തെ പ്ലേയേഴ്സ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ സ്റ്റെപ്പ് അപ്പ് ചെയ്യേണ്ട ഈ സബോസ്ലേ ഒക്കെ സ്റ്റെപ്പ് അപ്പ് നമ്മളിവിടെ ആണ് സ്റ്റെപ്പ് അപ്പ് ചെയ്യേണ്ടത്. ഒഡെഗാർഡും ഒക്കെയാണ് സ്റ്റെപ്പ് അപ്പ് ചെയ്യേണ്ടത്. ഇല്ല, അതുപോലും നമ്മുടെ പ്ലേയേഴ്സ് കൊടുക്കുന്നില്ല. ഇല്ലെന്ന് പറയുന്നില്ല, മാനേജർ ശരിക്കും കുറ്റം പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ പ്ലേയേഴ്സിന് വേണ്ടി ബ്ലെയിം ഏറ്റെടുക്കണം എന്നുള്ള, ഇഞ്ചുറീസ് മാറ്റി നിർത്തിയാലും സ്റ്റെപ്പ് അപ്പ് ചെയ്യേണ്ട പ്ലേയേഴ്സ് സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ടില്ല ഈ സീസണിൽ. അതുള്ള കാര്യം തന്നെയാണ്. അതെ, അതേപോലെ ഇപ്പൊ നമുക്ക് ലിവർപൂളിന്റെ പറയുകയാണെങ്കിൽ ഗ്രാവൻ ബേർസ് എന്നൊക്കെ പറയുന്ന ഗ്രാവൻബർഗ് ഇപ്പൊ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് ഈ സീസൺ വളരെയധികം ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഈ സീസൺ എടുത്തിരിക്കുന്നത്. അപ്പം അതെ, കൊണാറ്റെ അവർക്ക്, അതാണ് ഞാൻ പറയും, കൊണാറ്റയ്ക്ക് ഇഞ്ചറിക്ക് ഇടയ്ക്ക് വന്നു. ആലിസൺ ഒരു വലിയ ഇഞ്ചറി വന്നിട്ടുണ്ടായിരുന്നു, അവർക്കും ഇഞ്ചറി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊന്ന് ഇത്രയും ഒരുമിച്ച് വന്നിട്ടില്ല. നമുക്ക് വന്ന ആ ഒരു സാഹചര്യം വന്നിട്ടില്ല, അത്രേ ഉള്ളൂ. ഇല്ല, അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല ഡെഫിനറ്റ്ലി. ബട്ട് സ്റ്റിൽ അതൊന്നും അല്ല കാര്യം എന്നെനിക്ക്, അതിലൊന്നും അല്ല കാര്യം. ബട്ട് സ്റ്റിൽ അവർ മെന്റാലിറ്റി അവർ കാണിക്കുന്നുണ്ടല്ലോ. അവർക്ക് പോയി കഴിഞ്ഞാൽ മറ്റേ പ്ലെയർ ആ ഒരു ഏരിയയിലേക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യാനുള്ളത്. നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പൊ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യം ഒഡെഗാർഡാണ് പോയി തുടങ്ങിയെന്ന് തോന്നുന്നത്. ഇഞ്ചറി മേടിച്ചത്. ഓക്കെ, ഒഡെഗാർഡ് പോയി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കാലത്തേക്ക് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ക്രിയേറ്റിവിറ്റി ഇല്ല, തേങ്ങയില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ നമ്മൾ പറഞ്ഞിരുന്നു. അവിടെയൊക്കെ പ്ലെയർ സ്റ്റെപ്പ് അപ്പ് ചെയ്തില്ല നമ്മുടെ കയ്യിൽ. സ്റ്റെപ്പ് അപ്പ് പ്ലെയർ ഇല്ലാത്തന്ന് വേണമെങ്കിൽ പറയാം. ക്രിയേറ്റീവ് ആയുള്ള ഒരു പ്ലെയറിനെ അധികം ഫാബിയോ വേരേനൊക്കെ നമ്മൾ കൊടുത്തു വിട്ടു. സോ നമുക്ക് പ്ലെയറിന് ഒരു മിസ്സിംഗ് അവിടെ ഉണ്ടായിരുന്നു.
സോ വേറെ പ്ലെയർ സ്റ്റെപ്പ് അപ്പ് ചെയ്തില്ല. ഇപ്പൊ സാക്ക പോയി കഴിയുമ്പോൾ നമ്മൾ എവിടേക്കാണ് നോക്കുന്നത്? 17 വയസ്സുള്ള ഇതിന് വേണ്ട അടുത്തേക്ക് വേറെ അത്ര മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിന്റെ ഫുൾ ആയിട്ട് ആൾക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ പറ്റില്ല. സെയിം തന്നെ സ്ട്രൈക്കിങ്ങിനുള്ള പ്ലെയർ ഇല്ല. അപ്പൊ വേറെ ഒരു കാര്യം അത് മാനേജ്മെന്റിന്റെ കൂടെ കുറ്റമാണ്. സ്റ്റെപ്പ് അപ്പ് ചെയ്യുക എന്നുള്ളൊരു ഇതുള്ളൂ. ഒരു ഫസ്റ്റ് ടീം പ്ലെയർ പോയി കഴിഞ്ഞാൽ മറ്റു ബെഞ്ചിൽ നിന്ന് മറ്റൊരു പ്ലെയർ ഒന്ന് സ്റ്റെപ്പ് അപ്പ് ചെയ്യും. അതൊക്കെയാണ് ശരിക്കും ഒരു ചാമ്പ്യൻ ടീമിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ ഞങ്ങളുടെ 2 പ്ലെയർ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ സിസ്റ്റം മൊത്തം തകർന്നു. അല്ലെങ്കിൽ എന്റെ മിഡ്ഫീൽഡിൽ ഒരു പ്ലെയർ പോയി, സോറി ഞങ്ങളുടെ മിഡ്ഫീൽഡ് പ്ലെയർ ഇല്ലാണ്ട് ഞങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ടാണ് പോയിന്റ് സ്റ്റോപ്പ് ചെയ്യുന്നത് പറയുന്നിട്ട് കാര്യമില്ല. അവിടെ സ്റ്റെപ്പ് അപ്പ് ചെയ്തേ പറ്റുള്ളൂ പ്രീമിയർ ലീഗ് പോലെ ഒരു കോമ്പറ്റീഷനിൽ. അവിടെയാണ് ആർസണലും ലിവർപൂളും തമ്മിൽ 13 പോയിന്റിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് അവിടെയാണ്. യെസ്. അപ്പം എന്താണ് എന്തായാലും ഈ സീസൺ ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ഇനി എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാത്തൊരു കളിയാണ്. സേഫ് ആക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അത്രേ ഉള്ളൂ. അതിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം ടോപ്പ് 4 ഇപ്പൊ നമ്മൾ ശരിക്കും പറയാം ടോപ്പ് 4 റേസ് എന്നുള്ള രീതിയിലാണ് ഇപ്പം. ഇപ്പൊ ഇത്രയും പോയിന്റ് ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ നമ്മളൊരു ടൈറ്റിൽ റേസ് പറയുന്നത് ഭയങ്കര അൺഫെയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ടൈറ്റിൽ റേസ് ഒന്നും പറയാൻ പറ്റില്ല. പെട്ടെന്ന് സീൽ ചെയ്യും എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. പറയുമല്ലോ ലിവർപൂൾ എത്ര പെട്ടെന്ന് ട്രോഫി വിൻ ചെയ്യുമെന്ന് കണ്ടിരിക്കണം എന്ന് പറയാം. അതേപോലെ ഗ്യാപ്പില്ല, എന്നാലും എത്ര പെട്ടെന്ന് ലിവർപൂളിന് ആ ഒരു ട്രോഫി സീൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രം നോക്കാനുള്ളൂ. ഗാർഡ് ഓഫ് ഓണർ എങ്കിലും കൊടുക്കാതിരിക്കാൻ നോക്കണം. അതൊക്കെ നമ്മൾക്ക് കടുത്തു പോകും. എനിവേ അതും സത്യമാണ്. എനിവേ ഒരു അടിപൊളി ഡിസ്കഷൻ ആയിരുന്നു ബ്രോ. അപ്പം എന്തായാലും നമുക്ക് ഇനി PSV മാച്ച് കഴിഞ്ഞിട്ട് അറിയാം ഇനി എന്താണ് ചാമ്പ്യൻസ് ലീഗിലെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഒരു നമുക്ക് കണ്ടറിയാം അല്ലെ. അപ്പം എനിവേ താങ്ക് യു സോ മച്ച് ബ്രോ ജോയിൻ ചെയ്തതില്. അപ്പൊ നമുക്ക് ഇനിയും കാണാം വീഡിയോ ഇതുപോലെ മാച്ചസ് കഴിഞ്ഞിട്ടുള്ളൊരു റിവ്യൂ പ്രീ മാച്ചും ഒക്കെ ആയിട്ട്. അപ്പൊ എനിവേ താങ്ക് യു സോ മച്ച്. അപ്പം സി യു. നടക്കട്ടെ ബ്രോ. യെസ്. അപ്പം താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ആസ് വെൽ. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പം ചാമ്പ്യൻസ് ലീഗ് മാച്ചാണ് അടുത്ത് വരുന്നത്. അപ്പം PSV ആയിട്ടാണ് അവേ. Let's see. Let's hope for a win. Hope for a draw at least. എന്താണെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പം താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഓൾസോ ലൈക്ക് ദ വീഡിയോ. അപ്പം കാണുന്നവരെ കമോൺ. See you.